ശ്രീ സന്ദീപ് വാര്യർ. ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ കേരളത്തിലെ സാധാരണക്കാരായ ഓരോ ജനത്തെയും ബാധിച്ചു തുടങ്ങിയ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്രകാരം കയ്യൂർ രക്തസാക്ഷി സാംസ്കാരിക മന്ദിരത്തിന് ഉൾപ്പെടെ പണം ഖജനാവിൽ നിന്നും വാരിക്കോരി ചെലവഴിക്കുന്നത്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശം, മറുവശത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന അക്രമാസക്തമായിട്ടുള്ള ഒരു സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വാഴ്ത്താനും അതോടൊപ്പം അതിനെ വലിയ തോതിൽ മഹത്വവൽക്കരിക്കാനുമുള്ള സർക്കാരിന്റെ ബോധപൂർവമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ 5 കോടി രൂപയുടെ അനുവദിക്കില്ലെന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് കയ്യൂർ സമരത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ ഒരുപക്ഷെ അവർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷികളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പം ഈ മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അബൂബക്കർ തുടങ്ങിയ ആളുകളെ തൂക്കിലേറ്റുന്ന സമയത്ത് വാസ്തവത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം നേടുകയും വലിയ അടുപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി കാത്തുസൂക്ഷിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് ഈ മലബാറിലെ 4 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ തൂക്കിക്കൊല്ലുന്നത്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ, അതിന്റെ നേതൃത്വത്തിൽ വേണമെങ്കിൽ ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടവുമായി സംസാരിച്ച് ഈ വധശിക്ഷ ഇളവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. PC ജോഷി അടക്കമുള്ളവർ വന്ന് കണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേ സമയത്ത് തന്നെയാണ് PC ജോഷിയും അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിൽ ദീർഘമായ കത്തിടപാടുകളും വളരെ ഗാഢമായിട്ടുള്ള സൗഹൃദവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിൽ വലിയ ബന്ധവും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ആ ബന്ധം എന്തുകൊണ്ടാണ് ഈ കയ്യൂർ സമരത്തിലെ രക്തസാക്ഷികളെ രക്ഷിക്കുന്നതിന് വേണ്ടി, തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കാതിരുന്നത്? എന്തുകൊണ്ട് അവരെ തൂക്കുമരത്തിന് വിട്ടുകൊടുത്തു എന്നതൊക്കെ ഇന്നും വളരെ ദുരൂഹമായിട്ട് തുടരുന്ന ചില കാര്യങ്ങളാണ്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തെ എപ്പോഴും തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ മിടുക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യൻ ഹിസ്റ്ററി കൗൺസിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ചരിത്ര ഗവേഷണ കൗൺസിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷക്കാർ കയറിയിരിക്കുകയും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനും നറേറ്റീവ് സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അയോധ്യ മൂവ്മെന്റിനെ തകർക്കാൻ വേണ്ടിയും ഒക്കെ ഇത്തരം ഇടത് ചരിത്രകാരന്മാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പലപ്പോഴായി അരുൺ ഷൂറി ഉൾപ്പെടെയുള്ളവർ തുറന്നു കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് കയ്യൂർ ഉൾപ്പെടെയുള്ള ഇത്തരം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായി അവർ രേഖപ്പെടുത്തുന്ന സമരങ്ങൾക്ക് പുറകിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം രക്തസാക്ഷികളായി അവർ വാഴ്ത്തുന്ന ആളുകളെ രക്ഷിക്കാനുണ്ടായിരുന്ന അവസരം, ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സൗഹൃദത്തിന്റെ സമയത്ത് പോലും അവരത് ഉപയോഗിക്കാതിരുന്ന എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും സ്വാഭാവികമായിട്ടും വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഈ 5 കോടി രൂപ അനുവദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ജില്ലാ CPM-ന്റെ ജില്ലാ നേതൃത്വങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോലും കള്ളപ്പണമായി ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് സർക്കാരിൽ നിന്ന് പണമെടുത്ത് ഇത്തരം സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച ചോദ്യവും ഉണ്ടാകും. 5 കോടി രൂപ എന്താ റേസ് ചെയ്യാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന് സാധിക്കില്ലേ? കോടിക്കണക്കിന് രൂപ കള്ളപ്പണം ഇവരുടെ കയ്യിലിരിക്കുകയല്ലേ? അപ്പൊ ഇതെല്ലാം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇത്തരം ധൂർത്തുകൾ നടത്തുന്നത് ഈ പഞ്ഞ കാലത്ത്, കേരളത്തിന്റെ ഒരു കെട്ട കാലത്ത് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്നത് തീർച്ചയായിട്ടും അത് ആശാസ്യകരമല്ല. സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ വഷളാക്കുന്നതിന് മാത്രമേ ഇത്തരം ധൂർത്തും ധാരാളിത്തവും ഒക്കെ ഉപകരിക്കുകയുള്ളൂ.